ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 2023-24 നടന്ന 8th സ്റ്റാൻഡേർഡ് കേരള സിലബസിൻ്റെ ആനുവൽ എക്സാമിനേഷനിലെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഫീമെയിൽ സെക്സ് ഹോർമോൺ ഈസ്ട്രോജൻ, മെയിൽ സെക്സ് ഹോർമോൺ ഡാഷ്. അതിൻ്റെ ആൻസർ എന്താണ് വരിക? ടെസ്റ്റോസ്റ്റിറോൺ ആണ് മെയിൽ സെക്സ് ഹോർമോൺ. നെക്സ്റ്റ് വരുന്നത് ബാക്ടീരിയ ബൈനറി ഫിഷൻ ഹൈഡ്ര ഡാഷ്. ഇവിടെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്ടീരിയയുടേത് വരുന്നത് ബൈനറി ഫിഷനാണ്. ഹൈഡ്രയുടേത് എന്താണ്? ബഡ്ഡിംഗ് ആണ് അതിൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. എൻഡോമെട്രിയം, ടെസ്റ്റസ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, വാസ് ഡിഫറൻസ്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ആൻസർ വരുന്നത് എൻഡോമെട്രിയം ആണ്. ബാക്കിയെല്ലാം, അതായത് ടെസ്റ്റസും പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, വാസ് ഡിഫറൻസ്, അതൊക്കെ എന്താണ്? മെയിൽ സെക്സ് ഓർഗൻ്റെ പാർട്സ് ആയിട്ടാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ ഗിവൺ ഫുഡ് ചെയിൻ. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് വിച്ച് ഈസ് ദ പ്രൈമറി കൺസ്യൂമർ ഓഫ് ദിസ്. ഇവിടെ ഗ്രാസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. ഗ്രാസിനെ കഴിക്കുന്നത് ഗ്രാസ് ഹോപ്പർ, അതാണ് എന്ത് ഇവിടുത്തെ പ്രൈമറി കൺസ്യൂമർ ആയിട്ട് വരിക. ഫ്രോഗ് എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമറും സ്നേക്ക് എന്ന് പറയുന്നത് ടെറിഷ്യറി കൺസ്യൂമറുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ട്രോപ്പിക് ലെവൽ ദ സ്നേക്ക് ബിലോങ്സ് ടു. അപ്പോൾ ഈ സ്നേക്ക് എന്ന് പറയുന്നത് ഏത് ട്രോപ്പിക് ലെവലിലാണ് ഉള്ളതെന്നാണ്. 4th ലെവലിലാണ്. ടെറിഷ്യറി കൺസ്യൂമേഴ്സിലാണ് സ്നേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് വൺ ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ ഫിഗർ. സെക്കൻഡ് വൺ വിച്ച് സെൽ ഓർഗനൽ ഇസ് ഫൗണ്ട് ഇൻസൈഡ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്. വാട്ട് ഇസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഇവിടെ തന്നിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് സ്പേമിൻ്റെ ചിത്രമാണ്. അതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് മൈറ്റോകോൺട്രിയനെയാണ്. സ്പേമിനെ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്, മിഡിൽ പീസ്, ടെയില്. ആ മിഡിൽ പീസിൽ വരുന്ന ഒരു സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയാണ് സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. എയുടെ ആൻസർ സ്പേം എന്നും ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ മൈറ്റോകോൺട്രിയയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എനർജി ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് സ്പേംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ റെലവൻറ്റ് പാർട്ട് ഓഫ് എ സയൻസ് ജേർണൽ ഈസ് ഗിവൺ ബിലോ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഒരു ജേർണലിൻ്റെ ഒരു പാർട്ട് തന്നിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിനെ നമ്മൾ ആൻസർ ചെയ്യണം. A decrease in the level of hemoglobin in the blood of adolescent children can cause a loss of memory and concentration. ഈ ഒരു ജേർണലിൻ്റെ പാർട്ടിൽ പറയുന്നത് അഡോളസെൻറ്റ് ചിൽഡ്രൻസിൻ്റെ ഇടയിൽ ഈ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. അത് മെമ്മറി ലോസിലേക്കും അതേപോലെ കോൺസെൻട്രേഷൻ കുറവിലേക്കും ലീഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡിസീസ് കണ്ടീഷൻ ഇസ് മെൻഷൻഡ് ഹിയർ. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് എലമെൻറ്റ് കോസ് ദിസ് കണ്ടീഷൻ. ഏത് രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അതേപോലെ ആ ഒരു രോഗത്തിന് ഏത് എലമെൻറ്റിൻ്റെ ഡെഫിഷ്യൻസിയാണ് കാരണമാവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ആൻസർ? അനീമിയ എന്ന ഡിസീസാണിത്. അയൺ ഡെഫിഷ്യൻസി മൂലമാണ് അനീമിയ ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ചേഞ്ചസ് ടു ബി മെയ്ഡ് ഇൻ ദ ഫുഡ് ഹാബിറ്റ് ഓഫ് അഡോളസെൻസ് ടു പ്രിവെൻറ്റ് ദിസ് ഡിസീസ് കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു അനീമിയ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫുഡാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഡയറ്റിൽ നമ്മൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, സീസണൽ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സും വൈയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പാർട്ട് എക്സ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ സെൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം പാർട്ട് വൈ എന്നാണ്. ഈ പിക്ചറിൽ എക്സ് എന്ന് പറയുന്നത് ഓവിഡക്റ്റും വൈ എന്ന് പറയുന്നത് ഓവറിയും ആണ്. വൈ പാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതേപോലെ ഫീമെയിൽ സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് പ്രൊഡ്യൂസസ് ഓവം ആൻഡ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ്. അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ സെൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം പാർട്ട് വൈ എന്നാണ്. വൈ പാർട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിൻ്റെ പ്രത്യേകതകളാണ് ചോദിച്ചത്. വൈ എന്ന് പറയുന്നത് ഓവറിയാണ്. ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവം ആണ്. ഓവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാർജർ ദാൻ സ്പേം ആണ്.
അതേപോലെ നോൺ മൊട്ടൈലാണ് സ്പെഷ്യലൈസ്ഡ് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ആർ സീൻ ഔട്ട്സൈഡ് ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിന് പുറത്തായിട്ട് സ്പെഷ്യലൈസ്ഡ് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്